ഹിന്ദു സമൂഹത്തിന് എല്ലാത്തിനോടും ഒരു ഉദാസീന മനോഭാവമാണ്. ആ ഉദാസീന മനോഭാവം ഹിന്ദുക്കൾ വെടിഞ്ഞേ പറ്റൂ. ഗുരുദേവനൊക്കെ ശ്രമിച്ചത് അതായിരുന്നു. കൃഷി, വ്യവസായം, സംഘടിച്ച് ശക്തരാവുകിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകിൻ എന്ന് ഗുരുദേവൻ പറയുമ്പോൾ ഹിന്ദുക്കളെ ബാധിച്ച ഈ അടിമത്തത്തിനും അല്ലെങ്കിൽ ഈ പിന്നോക്കാവസ്ഥയ്ക്കും കാരണം ഹിന്ദു സമൂഹത്തിന് ഉള്ള ഈ ഉദാസീനതയാണ്. എല്ലാത്തിനോടും ഉദാസീനതയാണ്. അതൊരു പക്ഷേ സനാതന ധർമ്മത്തിൽ ഈ പറയുന്ന തരത്തിൽ അതിലൂടെ കടന്നു വന്ന ഹൈന്ദവ സമൂഹം അവർക്ക് കൗബീനവന്ത ഖലുഭാഗ്യവന്ത, കോണകം മാത്രം ഉണ്ടെങ്കിലും അത് ഭാഗ്യമാണ് എന്ന് ചിന്തിച്ച ഒരു സമൂഹം ആണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. ആത്യന്തികമായി ഇതെല്ലാം നശ്വരങ്ങളാണ്, അനശ്വരമല്ല, നശിച്ചു പോകും. പിന്നെ എന്തിനാണ് സമ്പത്ത്? എന്തിനാണ് പണം സമ്പാദിക്കുന്നതിന്റെ കാര്യം? എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഹിന്ദുക്കളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഏതായാലും കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ആധ്യാത്മികമായ ഹിന്ദു സമൂഹത്തിന്റെ ലാക്ക് ഓഫ് നോളജ്. അതിന് പരിഹാരം കാണാൻ ഹൈന്ദവ സംഘടനകൾ കൂട്ടായി ശ്രമിക്കേണ്ടതുണ്ട്. NSSും SNDPയും വിവിധ ക്ഷേത്ര സംഘടനകളും ഒക്കെ ഒരുമിച്ച് ഇത്തരത്തിൽ അതാത് മേഖലയിലെങ്കിലും ഈ കാര്യത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം. അതിന് ബാലഗോകുലം പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം, മതപാഠശാലകളുടെ പ്രവർത്തനം, ഇതൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.